ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. ഇത്തവണത്തെ IPL അവസാനിക്കുന്നതിന് മുന്നേ തന്നെ ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ട റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. പ്രധാനമായും ഹാർദിക് പാണ്ഡ്യയുമായി ബന്ധപ്പെട്ട റൂമറുകളായിരുന്നു പുറത്തേക്ക് വന്നിരുന്നത്. മാത്രമല്ല, ഋഷഭ് പന്ത് ഇപ്പോൾ തൻ്റെ ക്യാപ്റ്റൻ സ്ഥാനം രാജിവെച്ചിട്ടുണ്ട്. LSG ഒഫീഷ്യലായിക്കൊണ്ട് നേരത്തെ ഇത് അറിയിച്ചിരുന്നു. അതിനർത്ഥം ഋഷഭ് പന്ത് ഇപ്പോൾ LSG വിടാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. മാത്രമല്ല, പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസ് വിടും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ്. സീസണിന്റെ മധ്യത്തിൽ വെച്ചുകൊണ്ട് തന്നെ പാണ്ഡ്യ മുംബൈ ഇന്ത്യൻസിനെ ഉപേക്ഷിച്ച് കഴിഞ്ഞിരുന്നു എന്നാണ് പല മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. മാത്രമല്ല, ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നീക്കം ചെയ്യാൻ മുംബൈ മാനേജ്മെന്റ് തീരുമാനിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും എന്തൊക്കെ റൂമറുകളാണ് പുതിയതായി കൊണ്ട് വന്നിട്ടുള്ളത്? രോഹിത് ജുഗ്ലാൻ ഉൾപ്പെടെയുള്ള മാധ്യമ പ്രവർത്തകർ നൽകിയ അപ്ഡേറ്റുകളാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. അതായത് ഋഷഭ് പന്തിന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡൽഹി ക്യാപിറ്റൽസിലേക്ക് പോവാൻ പന്തിന് താല്പര്യമുണ്ട്. മാത്രമല്ല, ഡൽഹിക്ക് അദ്ദേഹത്തെ തിരിച്ചെത്തിക്കാൻ ആഗ്രഹമുണ്ട്. അദ്ദേഹത്തെ ക്യാപ്റ്റൻ സ്ഥാനത്തേക്ക് തിരിച്ചെത്തിക്കാൻ ഡൽഹിക്ക് ആഗ്രഹമുണ്ട്. എന്നാൽ ഡൽഹിക്ക് വെല്ലുവിളിയായി കൊണ്ട് കൊൽക്കത്തയും ഇപ്പോൾ അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. കൊൽക്കത്തക്ക് താല്പര്യമുള്ള ഒരു താരമാണ് ഋഷഭ് പന്ത്. അതായത് രഹാനയെ ക്യാപ്റ്റൻ സ്ഥാനത്ത് നിന്നും കൊൽക്കത്ത നീക്കം ചെയ്തേക്കും. പകരം ഋഷഭ് പന്തിനെ കൊണ്ടുവരാനാണ് ഇപ്പോൾ കൊൽക്കത്തക്ക് താല്പര്യം എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ മറ്റൊരു ടീം കൂടി അദ്ദേഹത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, മുംബൈ ഇന്ത്യൻസ് ആണ്. മുംബൈ ഇന്ത്യൻസിന് താല്പര്യമുള്ള ഒരു താരമാണ് ഋഷഭ് പന്ത് എന്നാണ് രോഹിത് ജുഗ്ലാൻ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ 3 ടീമുകളാണ് ഋഷഭ് പന്തിന് വേണ്ടി ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ ഹാർദിക് പാണ്ഡ്യയുടെ കാര്യത്തിലേക്ക് വന്നാൽ കൊൽക്കത്തക്ക് താല്പര്യമുള്ള താരമാണ് പാണ്ഡ്യ. അതായത് പന്തിനെയും പാണ്ഡ്യയെയും ഒരുമിച്ച് കൊണ്ടുവരാൻ താല്പര്യമുള്ള ഒരു ഫ്രാഞ്ചൈസിയാണ് കൊൽക്കത്ത എന്നാണ് അറിയാൻ സാധിക്കുന്നത്. കൂടാതെ പാണ്ഡ്യയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ CSKയുമായി ബന്ധപ്പെട്ട റൂമറുകൾ നേരത്തെ പുറത്തേക്ക് വന്നിരുന്നു. അതിൽ പ്രോഗ്രസ്സുകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ പഞ്ചാബിന് താല്പര്യമുള്ള താരമാണ് പാണ്ഡ്യ എന്ന ഒരു റൂമർ രോഹിത് പങ്കുവച്ചിട്ടുണ്ട്. ഇനി RCBയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചില റൂമറുകൾ പുറത്തേക്ക് വന്നിരുന്നു. പക്ഷെ അതിൽ കാര്യമായ സോഴ്സുകളൊന്നും നമുക്ക് ലഭിച്ചിട്ടില്ല. കേവലം ഒരു റൂമർ ആയിക്കൊണ്ട് അവിടെ നിലകൊള്ളുകയാണ്. കൊൽക്കത്തക്ക് പാണ്ഡ്യയിൽ വലിയ താല്പര്യമുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും മുംബൈ ഇന്ത്യൻസ് വിടാൻ പാണ്ഡ്യ ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഋഷഭ് പന്തും കൂടുമാറാനുള്ള ഒരുക്കത്തിലാണ്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.